അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും അങ്കണത്തിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ അങ്കണത്തിൽ 25ാമത് ഡോക്ടർ BR അംബേദ്കർ സാംസ്കാരിക സമിതി പുരസ്കാരത്തിന് അർഹയായ ആൻസി ഷാജിനുമായി നിഷാമോൾ P. മോഹനൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം. നമസ്കാരം. തീയാവാനോ കൊടുങ്കാറ്റാവാനോ കഴിഞ്ഞില്ലെങ്കിലും സ്വന്തം വ്യക്തിത്വം നിലനിർത്തി അവളായി ജീവിക്കാൻ സാധിച്ചാൽ മതി ഒരു സ്ത്രീക്ക്. അതുമൊരു വിജയമാണ്. അത്തരത്തിൽ തൻ്റേതായ മാർഗത്തിലൂടെ വിജയം കൈവരിച്ച ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് ഇന്ന് അങ്കണത്തിലുള്ളത്. 25ാമത് ഡോക്ടർ BR അംബേദ്കർ സാംസ്കാരിക സമിതി പുരസ്കാരത്തിന് അർഹയായ ശ്രീമതി ആൻസി ഷാജൻ. നമസ്കാരം ചേച്ചി. നമസ്കാരം. അങ്കണത്തിലേക്ക് സ്വാഗതം. 25ാമത് അംബേദ്കർ സാംസ്കാരിക സമിതി പുരസ്കാരം നേടിയ ആളാണ്. അതൊരു ദേശീയ തലത്തിലുള്ള ഒരു അവാർഡാണ്. എന്തൊക്കെയാണ് ആ അവാർഡിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ? എങ്ങനെയാണ് ആ ഒരു അവാർഡിലേക്ക് എത്തിയത്? ആ അവാർഡിലേക്ക് എത്തിയതെന്ന് പറഞ്ഞാൽ, ഞാൻ ചെറുപ്പം മുതലേ തൻ്റേതായ അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയാണ്. അതായത് നമ്മുടെ ലൈഫിന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്ന കാര്യത്തിൽ ഡെവലപ്പാകുവാൻ വേണ്ടി പുരുഷൻ അഭിപ്രായം പറയണമെന്നോ സ്ത്രീ അഭിപ്രായം പറയണമെന്നോ അങ്ങനെ ഒരു കൺസെപ്റ്റ് എനിക്കില്ല. കാരണം ആര് പറയുന്നോ അത് എന്താണ് നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കുന്നത് അത് അംഗീകരിക്കുക എന്നാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയും മറ്റുള്ളവരുടെ ഹൃദയത്തിൻ്റെ വേദനകൾ അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ എൻ്റേതായി ഞാൻ ചിന്തിക്കുകയും ചെയ്യുമായിരുന്നു. ഒരു ഗ്രൂപ്പിൽ നിന്നാൽ ആ പേഴ്സണലി 10 പേരുമായിട്ട് ഞാൻ ഹാർട്ട് ടു ഹാർട്ട് ഒരു ബന്ധം എനിക്കുണ്ടാവും. അപ്പോൾ എല്ലാവരും പറയും നിന്നോട് സംസാരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്, പിന്നെ എന്ത് പറഞ്ഞാലും അത് സൂക്ഷിക്കാൻ, എന്ത് നിൻ്റെ കയ്യിൽ തന്നാലും അതിൻ്റേതായ അർത്ഥത്തിൽ എടുക്കാൻ നിനക്ക് കഴിവുണ്ട്, രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ ഒരു കഴിവ്. അതെ അതെ, അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. പറയേണ്ടയിടത്ത് പറയേണ്ടത് പറയാനറിയാം, പറയേണ്ട രീതിയിൽ സംസാരിക്കാൻ അറിയാമെന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റ്, എന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ എന്നെ അങ്ങനെ പറഞ്ഞ് മോട്ടിവേറ്റ് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതെ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊന്നും അങ്ങനെയില്ല, നമ്മൾ അഹങ്കാരിയാണ് അല്ലെങ്കിൽ പെൺകുട്ടികൾ അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറയില്ല. പക്ഷെ എൻ്റെ സഹോദരങ്ങളൊക്കെ അത്യാവശ്യം എനിക്ക് സപ്പോർട്ടായിരുന്നു. അപ്പം ആ ഒരു കാഴ്ചപ്പാടിൽ വളർന്നു വന്നപ്പോൾ കുറേ കാലം കഴിഞ്ഞ് നമ്മളുടെ പഠനം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ പറഞ്ഞതുപോലെ നമുക്കത്ര മോട്ടിവേറ്റ് ആകാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ നമ്മുടെ സമൂഹത്തിൻ്റെ, ടീച്ചേഴ്സിൻ്റെ, പേരൻസിൻ്റെ ഒക്കെ സ്ക്രിപ്റ്റിൽ ജീവിച്ചു പോകുന്ന വ്യക്തിയാണ്. അത് തൻ്റെതായ ഇടം കണ്ടെത്തുന്നവരെ തൻ്റെടി എന്ന് വിളിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചിരുന്നത്. അതെ അതെ. അതുകൊണ്ട് തന്നെ സ്വയം ഒരു ഉള്ളിൽ നിന്ന് അല്ലെ ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ കിട്ടുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതായത് എല്ലാവരും സെൻറ്റിയിലാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. അപ്പം ഞാൻ ആ സെൻറ്റി പറയില്ല, സിമ്പതി അല്ല എമ്പതിയാണ് വേണ്ടത് എന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ഏജ് കഴിഞ്ഞവർക്കൊന്നും അത് അത്ര പിടിക്കില്ല. കാരണം നമ്മുടെ സ്ക്രിപ്റ്റ് അങ്ങനെയല്ലല്ലോ, കാണുന്നതിന് സെൻറ്റി അടിക്കുക, അത് കഴിഞ്ഞത് മാറിപ്പോവുക. അപ്പം അങ്ങനെ നമ്മളൊരു അഹങ്കാരി എന്നൊരു, അപ്പം ഞാൻ ആദ്യമൊക്കെ നമ്മൾ നല്ലതാണെന്ന് പറയാൻ നമ്മുടെ ഒത്തിരി കാര്യങ്ങൾ ത്യജിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി സർവീസ് ചെയ്ത് സേവനം ചെയ്ത് അങ്ങനെ ജീവിച്ചു. പക്ഷേ എന്തൊക്കെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ നല്ലതാണെന്നൊട്ട് പറയുന്നുമില്ല, നമ്മുടെ ജീവിതത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് തൊട്ട് ഇല്ലതാനും. അപ്പം അങ്ങനെ വന്നപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കാൻ തുടങ്ങി, എന്താണിത്? അങ്ങനെ നമ്മൾ അന്വേഷിച്ച് നമ്മൾ കണ്ടെത്തിയതാണ്. അതായത് നമ്മൾ നമ്മളായിട്ട് ജീവിക്കണം. എല്ലാവരും ആഗ്രഹിക്കുന്ന അവരെ ആയി നമ്മൾ ജീവിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക, മറ്റുള്ളവർക്ക് അവരുടെ ജീവിതത്തിന് വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ശരീരം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ നമുക്ക് പറ്റുന്ന സഹായം ചെയ്ത ഒരു വ്യക്തിയെ കൈപിടിച്ചുയർത്താൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ല നന്മ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അങ്ങനെ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്ന സ്വയം ത്യാഗ മനോഭാവം ഉള്ളവർക്ക് മാത്രം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വേദനകൾ തിരിച്ചറിയാൻ കഴിയുന്നവർക്ക് വളരെ കുറച്ച് പേരെ അത്തരത്തിൽ നമ്മുടെ സമൂഹത്തിലുള്ളൂ. അങ്ങനെ ഒരു മാർഗത്തിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നീട് ആ ഒരു മേഖലയിൽ ഏറ്റവും മികച്ചതാവാൻ വേണ്ടി ചെറിയ ചില പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തി. അതെന്തൊക്കെയായി? അത് എന്താന്ന് വെച്ചാൽ, പുറത്ത് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരെപ്പോഴും പറയും നിനക്ക് നല്ല സോഷ്യൽ വർക്ക് ചെയ്യാൻ നല്ല കഴിവുണ്ട് എന്ന് എൻ്റെ അടുത്ത് പറയുമായിരുന്നു. പക്ഷേ എനിക്ക്
വിശ്വാസമില്ലായിരുന്നു. അങ്ങനെ നിന്നപ്പം ഒരു സൈക്കോളജിക്കൽ ബേസിക് കൗൺസിലിംഗ് കോഴ്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ് എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് പറയുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, അവൾ തയ്യൽക്കാരി, മായ എന്ന പേര്, മായയോടാണ് ഇതിൽ കുറച്ച് പിള്ളേരെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പം മായ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചിക്ക് അതിനുള്ള കഴിവുണ്ട്, ചേച്ചി പോയത് പഠിക്കണം. ഞാനിപ്പോൾ പറഞ്ഞു എനിക്ക് അതിനൊന്നുള്ള കഴിവില്ല, ഞാൻ ഈ പൈസ കൊടുത്തൊന്നും പഠിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പം ഒരു ഡോക്ടറും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ട് ഈ കോഴ്സിൽ ചേരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ നിർബന്ധിച്ച് എങ്ങനെ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും 30 കുട്ടികൾ പങ്കെടുത്തൊരു കോഴ്സാണ്. അതിനകത്ത് ചെന്നപ്പോഴത്തേനും എല്ലാവരും നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, നേഴ്സുമാർ, എല്ലാ വലിയ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ഞാനൊരു വർക്ക് ചെയ്യുന്ന ആളൊന്നും അല്ലല്ലോ, എന്നാൽ എനിക്കിത് പഠിക്കാൻ. പക്ഷേ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ സൂപ്പർ ക്ലാസ്സായിരുന്നു. അതായത് ഒരു മനുഷ്യന് എങ്ങനെ സ്വയം മോട്ടിവേറ്റ് ആവാം, മറ്റുള്ളവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, എങ്ങനെ നമുക്ക് സമൂഹത്തിൽ നമ്മളായി ജീവിക്കാം, നമുക്ക് എന്ത് സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാം, നമ്മുടെ പേഴ്സണാലിറ്റി എന്താണ്, മറ്റുള്ളവരുടെ പേഴ്സണാലിറ്റി എങ്ങനെ മനസ്സിലാക്കും, ഇതെല്ലാമായിരുന്നു അതിലെ ബേസിക് ടോപ്പിക്ക്. നമ്മളുടെ ബോഡിയിൽ 4 ടൈപ്പ് ഹോർമോൺസ് ഉണ്ട്. അതായത് ഓക്സിറ്റോക്സിൻ, സെറാട്ടോൺ, ഡോപ്പോമിൻ, എൻഡോർഫിൻ. ഈ 4 ഹോർമോൺസ് വേണ്ട രീതിയിൽ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്ക് ഹാപ്പിയായിട്ട് ജീവിക്കാം, ഏതൊരു വ്യക്തിക്ക് ലക്ഷ്യത്തിലേക്ക് എത്താം, സ്ട്രെസ്സിൽ നിന്ന് മാറി നിൽക്കാം. അത് ഞാൻ പഠിച്ചതോടുകൂടി എനിക്കിത് ജനങ്ങളിലേക്ക് എത്തിക്കണം, കുട്ടികൾക്ക്. ഇപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ 4ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക്. കാരണം 15 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾ നമ്മൾ പറഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് കേൾക്കാതെ വരും. ഇപ്പോൾ ഒരു 4ാം ക്ലാസ് മുതൽ ഉള്ള കുട്ടികൾക്ക്, ഒരു +2 വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഈ കോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഗോൾ സെറ്റ് ചെയ്യാനും അവർ സമൂഹത്തിൽ ആൾക്കൂട്ടത്തിൽ നല്ലവരായി ജീവിക്കാൻ. നമ്മളെപ്പോഴും പറയുന്ന മോശം കുട്ടികളുടെ ഇടയിലേക്ക് പോകരുത്, നമ്മുടെ കുട്ടികളേക്ക് അങ്ങനെയല്ലേ പറയാം. പക്ഷേ ഈ ഒരു കോഴ്സ് പഠിച്ച് ഗോൾ സെറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കുട്ടിക്ക് സെൽഫ് ലവ് വേണം. നമ്മളൊരു നല്ല വ്യക്തിത്വം, മറ്റുള്ളവരോട് അനുകമ്പയും, അതായത് മാനുഷിക മൂല്യങ്ങളിൽ ഊന്നിയുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുക, അതാണ് കോഴ്സിന്റെ ലക്ഷ്യം. ഒരു റെഡീംഡ് വ്യക്തിയായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ ഒരു കുട്ടിക്കാണ്, അടുത്ത തലമുറയ്ക്കാണ് ഇത് കൊടുക്കേണ്ടത്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവരിലൂടെ, കാരണം ഏത് ആൾക്കൂട്ടത്തിൽ പോയാലും നമ്മളായിട്ട് നിൽക്കാൻ ആ കുട്ടിക്ക് അറിയാൻ പറ്റും. അവൻ്റെ ഗോള് സെറ്റ് ചെയ്യാനും സെൽഫ് ലവ്, അതായത് എല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് സർവീസ് ചെയ്യുന്നത്, നമ്മളെ സ്നേഹിക്കുമ്പോൾ സെൽഫിഷാണെന്നാണ് നമ്മളെ സമൂഹം പഠിപ്പിച്ചിരിക്കുന്നത്. അതല്ല, എൻ്റെ കയ്യിൽ എന്തുണ്ടോ അതേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ. സത്യത്തിൽ സെൽഫിഷ്നെസ്സും സെൽഫ് ലവും തമ്മിൽ ഒരു ചെറിയ ബൗണ്ടറി മാത്രമേ ഉള്ളൂ. അപ്പം അത് ആ കറക്റ്റായ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ വലിയൊരു ഗുണമാക്കി നമുക്കതിനെ മാറ്റിയെടുക്കാം. വലിയൊരു ഗുണം ഏത് മേഖലയിലും. കാരണം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഈ അക്രമമോ അനീതിയോ ഒന്നും ഉണ്ടാകില്ലെന്ന് തന്നെയാണ്. കാരണം നമ്മൾ കൊടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, അത് ചില ഹോർമോൺസ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്, ചിലത് നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് കിട്ടുന്നത്. ഇപ്പം മയക്കുമരുന്നിനെ കുറിച്ച് എല്ലാവരും ക്ലാസ് എടുക്കുന്നുണ്ട്, ഞങ്ങളും അതിൻ്റെ ക്ലാസ്സിനൊക്കെ പോകാറില്ല. പക്ഷേ ഈ ഡോപ്പോമിൻ എന്ന് പറയുന്ന സംഭവമാണ് മയക്കുമരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് തലച്ചോറിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇത് നമുക്ക് അല്ലാതെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. സോഷ്യൽ മീഡിയ നമുക്ക് പ്രയോജനപ്രദമായി എങ്ങനെ ഉപയോഗിക്കണം, അതായത് നമുക്ക് ടൈമിങ്ങിനെ കുറിച്ച്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ട്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിവ് വരണം, അയ്യോ എൻ്റെ അരമണിക്കൂർ പോയി, അത് എൻ്റെ ലൈഫിലേക്ക് യാതൊരു പ്രയോജനമില്ല, കണ്ടുപോയൊരു കാര്യമാണ്. അപ്പം നമ്മൾ ആ തിരിച്ചറിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ കയറണം. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതൊന്നും നമുക്ക് എങ്ങനെയെങ്കിലും സമയം കളയാൻ, സന്തോഷിക്കുക, കോൺഷ്യസ് മൈൻഡിൽ കാണുന്ന ആ 10% കാര്യത്തിന് വേണ്ടി നമ്മുടെ സമയം ചിലവഴിക്കുന്നത്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡാണ് ശരിക്കും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അഫർമേഷൻസ് കൊടുക്കുക, അതാണ് പോസിറ്റീവ് അഫർമേഷൻ. പോസിറ്റീവാണ്. നമുക്ക് ആർക്കാ സ്ട്രെസ് ഇല്ലാതെ ജീവിക്കാം, എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. എല്ലാവർക്കും നമ്മുടെ ഗോള് ഫോക്കസാണ്. അതായത് തീവ്രവാദി ഏത് കാര്യത്തിൽ തീവ്രമായി ആഗ്രഹിക്കുന്ന അവനെയാണ് തീവ്രവാദി എന്ന് വിളിക്കുന്നത്. മറ്റുള്ളവർക്ക് ആത്മസംതൃപ്തി കൊടുത്ത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആത്മവിശ്വാസം കൊടുത്ത് അതിൽ നിന്ന് ആത്മസംതൃപ്തി കണ്ടെത്തുക എന്നുള്ളൊരു രീതിയിലെ ഒരു ജീവിതമാണിപ്പോൾ, അല്ലേ? അതാണ് എൻ്റെ സന്തോഷം. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ ഒരു അംബേദ്കർ അവാർഡിലേക്ക് എത്തിച്ചത്? എങ്ങനെയുള്ള സേവനങ്ങളൊക്കെയാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് നൽകാനായിട്ട് സാധിച്ചിട്ടുള്ളത്?
അത് പറഞ്ഞാൽ സമൂഹത്തിൽ മാന്യനെന്ന് തോന്നിക്കുന്ന നല്ല കുടുംബങ്ങളിൽ ജീവിക്കുന്ന, അതായത് നമ്മളുടെ പ്രശ്നങ്ങൾ പുറത്തേക്ക് പറയാൻ പറ്റുക. കാരണം നമ്മൾക്ക് ഒരു ഇഷ്യൂസ് ഉണ്ടെന്ന് പുറത്ത് പറഞ്ഞാൽ പിന്നെ കുടുംബത്തിന്റെ അഭിമാനം പോകും. പിന്നെ വ്യക്തിപരമായും നമ്മളെ പലരും പല രീതിയിലാണ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും പറയാതെ ആ സ്ട്രെസ്സിൽ തന്നെ എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, ഇതെൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. അപ്പം അങ്ങനെ ഉള്ള വ്യക്തികളിൽ നിന്ന് ചിലരെല്ലാം നമ്മുടെ അടുത്ത് യാദൃച്ഛികമായി വന്നുപെടുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് എന്താണോ വേണ്ടത്, ഇപ്പം ഞാൻ ചെയ്ത എന്ന് വെച്ചാൽ ഒരു കുട്ടി ഹസ്ബൻഡുമായിട്ടൊരു പ്രശ്നത്തിൽ നിന്ന്, കുട്ടികളില്ല, പ്രശ്നത്തിൽ നിന്ന് ആത്മഹത്യയുടെ ഒരു വക്കിൽ നിന്ന സമയത്ത് അവരുടെ ആൻറ്റി എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഇന്നയാൾ ആത്മഹത്യ ചെയ്യാൻ വിഷവും വാങ്ങിച്ചു വെച്ചുകൊണ്ട് ഇരിക്കുകയാണ്, എന്തൊക്കെ പറഞ്ഞിട്ട് അവൾ പിന്മാറുക. അപ്പം ഞാൻ പറഞ്ഞു, ആൻറ്റി എൻ്റെ അടുത്തൊന്ന് എത്തിക്കവർ, എനിക്ക് പരിചയമുള്ള ആളാണ്, അപ്പോൾ എന്നെക്കുറിച്ച് അറിയില്ല, അവർക്ക് കൂട്ടാണെന്ന് മാത്രം. എൻ്റെ അടുത്ത് ആൻറ്റി അവളെ ഒന്ന് എത്തിക്കാൻ പറഞ്ഞപ്പോൾ ആൻറ്റി നിർബന്ധിച്ച് അപ്പം തന്നെ പോയി അവരെ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ മോട്ടിവേറ്റ് ചെയ്താൽ അത് ആർക്കും പ്രയോജനമില്ല. കാരണം അത് കഴിയുമ്പോൾ അത് തീർന്നില്ല, നിങ്ങൾക്ക് കഴിയുമായിരിക്കും, എനിക്ക് കഴിയില്ലെന്ന്. അപ്പം ഞാൻ അവളെ ആദ്യം ചെയ്തത് തന്നെ വെച്ചാൽ അവളെ സെൽഫാക്കി. കാരണം ഞാൻ അവർക്ക് ചെറിയൊരു ജോലി വാങ്ങിച്ചു കൊടുത്തു. സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി വരുമ്പോൾ തന്നെ അത് വലിയൊരു ആത്മവിശ്വാസമാണ്. അതെ. പിന്നെ ഞാൻ പറഞ്ഞു, ഹസ്ബൻഡിനെ നന്നാക്കാൻ നോക്കണ്ട, നമ്മളെ തന്നെ സ്നേഹിച്ച് നമ്മളായി ജീവിക്കുമ്പോൾ, നമ്മൾ നന്നാവുമ്പോൾ മറ്റുള്ളതെല്ലാം പോസിറ്റീവായിട്ട് നമ്മളിലേക്ക് വന്നോളും. അങ്ങനെ അവളെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിച്ചു. പിന്നെ അതൊരു അവരുടെ പോക്ക് ശരിയല്ലാത്തതുകൊണ്ട് ഡൈവോഴ്സിലേക്ക് വന്നപ്പോൾ ഡൈവോഴ്സ് ചെയ്തു. പിന്നെ ആ ദുഃഖത്തിൽ കഴിഞ്ഞിന്ന് അപ്പോൾ അതിനെ മോട്ടിവേറ്റ് ചെയ്ത് വേറെ ലൈഫിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയും. അത് അവരെ സംബന്ധിച്ച് അവരെ എന്നെ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്ന, ഇത് നന്മയാണെന്ന് അറിഞ്ഞപ്പോൾ കുറേ പേര് സപ്പോർട്ട് ചെയ്തു. ഇതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം, എഡ്യൂക്കേഷനുള്ള കുട്ടിയാണ് എങ്കിലും അവർക്ക് അവരുടേതായ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലാതെ ഒതുക്കി ഭയപ്പെടുത്തി ജീവിച്ചുകൊണ്ടിരുന്ന അവരെ പുറത്ത് കൊണ്ടുവന്ന് അവരുടെ കുട്ടിയുടെ എഡ്യൂക്കേഷൻ വരെ തടഞ്ഞു വെച്ച അവസ്ഥയിൽ അവർക്ക് വേണ്ട, അതായത് സാമ്പത്തിക സഹായമാണ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് പറ്റുന്ന ഹെൽപ്പ് നമ്മൾ ചെയ്തു കൊടുക്കും. അത് റിട്ടേൺ നമ്മൾ വാങ്ങിക്കും. കാരണം അവരോട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ആർക്കും വേണ്ടല്ലോ, വേണ്ട, അത് നന്നായി യൂസ് ചെയ്യില്ല. നിങ്ങൾക്ക് എപ്പോഴാണ് അത് റിട്ടേൺ തരാൻ കഴിയുന്നത്? അല്ലെങ്കിൽ പിന്നെ അവർ നമ്മുടെ ഒരു അടിമത്തം, നാളെ അവരെ കാണുമ്പോൾ നമ്മളും പറയും, ഞാൻ അത്രയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ ആഗ്രഹിച്ച രീതിയിൽ എന്നോട് പെരുമാറില്ല. ആ ഒരു കടപ്പാടേ വേണ്ട, നമുക്ക് ലവ് മാത്രം മതി. അപ്പോൾ ഞാൻ ആ സാമ്പത്തിക സഹായം ചെയ്തു. ആ കുട്ടിക്ക് സ്കൂളിൽ പോകാനായിട്ട് ആ കുട്ടിക്ക് അഡ്മിഷൻ എടുത്തു കൊടുത്തു. ഇതിനൊന്നും അവർക്ക് സാധിക്കില്ല. ആ കുട്ടിക്ക് വേണ്ട പുസ്തകം, ബാഗ്, കൊട, ആ കുട്ടിയെ സ്കൂളിൽ എത്തിക്കാനുള്ള ഓട്ടോറിക്ഷ, ഇതെല്ലാം ഏർപ്പാടാക്കി കൊടുത്തു. ആ കുട്ടിയുടെ അമ്മയ്ക്ക് ഒരു ജോലി വാങ്ങിച്ചു കൊടുത്തു. അല്ല, നമുക്ക് 1000, 10,000, 50,000 കൊടുത്താൽ അത് തീർന്നു പോകും. അപ്പോൾ അവരെ സെൽഫാക്കി, അവരെ ബിൽഡ് ചെയ്ത് ബോൾഡാക്കി എടുത്തു. ഒരു സ്വയം പര്യാപ്തത എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിക്കുന്നു. അതും നമുക്ക് കഴിവില്ലാത്തൊന്നുമില്ല. നമ്മളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ നമ്മളുടെ ഉള്ളിൽ എല്ലാം തന്നിട്ടുണ്ട്. അത് സയൻറ്റിഫിക്കായി തെളിയിച്ചേക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് വിശ്വസിക്കും. കോൺഷ്യസ് മൈൻഡിലുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്നത്. അപ്പം ഞാനത് പഠിപ്പിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ കാണാത്ത മണ്ഡലത്തിലാണ് നമ്മുടെ ഡെവലപ്മെൻറ്റ് കിടക്കുന്നത് മൊത്തം. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന 5 വർഷത്തിൻ്റെ പ്രതിഫലം കിട്ടുന്ന അടുത്ത 5 വർഷത്തേക്കാകും. അപ്പോൾ അത് പഠിപ്പിച്ച് അതിൻ്റെ ക്ലാരിറ്റി കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും, എനിക്കും ഈ കഴിവുണ്ട്, അവർക്കല്ല ഇതുള്ളൂ. അവർ വളർന്ന സിറ്റുവേഷനിലാണ് ഞാൻ വളർന്ന സിറ്റുവേഷൻ. അപ്പോൾ ഇത് ഞാൻ തിരിച്ചറിയുമ്പോൾ നമ്മൾ അതിനു വേണ്ടി ഫോക്കസ് ചെയ്യുക. അങ്ങനെ ഒരു ഇതിലേക്കാണ് നമ്മൾ സോഷ്യൽ വർക്ക് എന്നുള്ള രീതിയിൽ ചെയ്യുന്നത്. പിന്നെ കുറച്ച് ക്ലാസ്സുകളും നമുക്കറിയാവുന്ന സയൻറ്റിഫിക്കായിട്ട് തെളിയിച്ചിരിക്കുന്ന കാര്യങ്ങൾ, പിന്നെ സ്പിരിച്വലി ഡെവലപ്പ് ചെയ്യേണ്ടവരാണെങ്കിൽ ആ മേഖലയിലേക്ക് എത്തിക്കുക. എന്താണോ അവർക്ക് ആവശ്യം, അവരിൽ എന്താണോ കൊടുക്കാൻ കഴിയുന്നത് അത് ഞാൻ കൊടുത്തിട്ട് എൻ്റെ വാക്കുകൾക്ക് വാല്യൂ കൊടുക്കുന്ന വ്യക്തിയാണ്. തീർച്ചയായും ഓരോ മനുഷ്യരും എന്ത് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് എന്താണ് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞു കൊടുക്കുമ്പോഴാണ് ഓരോന്നിനും വിലയുണ്ടാവുന്നത്. ഇത്രയും നാളത്തെ പ്രവർത്തനങ്ങൾക്കിടയിൽ വളരെ മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മറക്കാനാവാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ 100% മറ്റുള്ളവർക്ക് പ്രയോജനപ്രദം എന്ന് പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവരിലേക്ക് അത് എത്തി അവർ സക്സസ് ആയി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി അല്ലേ. പിന്നെ ചില മേഖലയിൽ പിന്നെ നമ്മുടെ മുൻപിൽ വരാൻ അവർ ഇഷ്ടപ്പെടില്ല. കാരണം അവർക്കൊരു ഭയമാണ്, കാരണം ഞാൻ മുഖാന്തരം അവർ രക്ഷപ്പെട്ടു എന്ന് അവർക്കൊരു കോംപ്ലക്സ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ എൻ്റെ ഭൂതകാലം ഇവര് ഓർക്കുന്നുണ്ടാകുമോ, അതാരോടെങ്കിലും ഷെയർ ചെയ്യുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു ഭയമായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ അവർ ഇത്രയും നാൾ നമ്മുടെ അടുത്ത് നിന്നതുപോലെ അല്ലല്ലോ ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വിഷമം തോന്നുമെങ്കിലും പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയും. കാരണം വെച്ചാൽ ഞാൻ എന്തിനു വേണ്ടിയാണ് അവരെ സമീപിച്ചത്, അവരെ ആ ലക്ഷ്യത്തിലെത്തി, അതാണ് നമ്മുടെ ഒരു സന്തോഷം.
കൊടുക്കുമ്പോൾ മാത്രം ലഭിക്കുന്ന ചില, അതുപോലെ സംസാരിക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഹോർമോൺസ് ഉണ്ട്. ഇതിനെയെല്ലാം ഡെവലപ്പ് ചെയ്യാൻ നമുക്കും കഴിയും. അപ്പം നമ്മൾ ഹാപ്പിയാവും. അതുകൊണ്ട് അവരിൽ നിന്ന് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമുക്കും സന്തോഷം ലഭിക്കുന്നു. അവരെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുന്നതിലൂടെ അവർക്കും നല്ലൊരു ജീവിതം കിട്ടുന്നു. ചുരുക്കി പറഞ്ഞാൽ രണ്ട് വിഭാഗക്കാർക്കും അതൊരു ഗുണം ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയോ സംസാരിക്കുകയോ ആഗ്രഹിക്കുകയും ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളും മറ്റുള്ളവരുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുകയും തണുപ്പിക്കുകയും അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പോയിന്റ്സ് പ്രയോജനത്തിൽപ്പെടണം എന്നുള്ളതാണ്. വ്യത്യസ്തമായ ചില കാഴ്ചപ്പാടുകളാണ്. അതായത് പോസിറ്റീവ് അഫർമേഷൻസ് യൂസ് ചെയ്യുക, സെൽഫ് ലവ്. ഞാനെന്നൊരു 10 വട്ടം പറഞ്ഞാൽ പോലും അത് മോശമാണ് എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും കാലത്തിനൊപ്പം സഞ്ചരിക്കാനാവാതെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റത്തിൽ സ്റ്റക്കായി നിൽക്കുന്ന കുറച്ച് ആളുകളെങ്കിലും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് നെഗറ്റീവായിട്ട് മോശമായ രീതിയിൽ ഉള്ള വാക്കുകളോ പ്രവൃത്തികളോ ഒക്കെ വന്നിട്ടുണ്ടോ? ഇതൊക്കെ കുട്ടികളെ അല്ലെങ്കിൽ മുമ്പിൽ വരുന്ന ആളുകളെ മിസ്ലീഡ് ചെയ്യാണ്, തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അത്തരത്തിലുള്ള എന്തെങ്കിലും വാക്കുകൾ കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കേണ്ടതെന്ന് ആരും പറഞ്ഞിട്ടില്ല. പിന്നെ അവർ പറയും അവർക്ക് പണിയൊന്നുമില്ല നടക്കുന്നു, അല്ലെങ്കിൽ അവർ നമ്മൾ ഈ പിന്തുടരുന്ന ഈ ഒരു രീതിയുടെ വിശ്വാസ്യതയെ പറ്റി ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടോ? ഇല്ല, അതൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കുന്ന ഇഗ്നോറൻസ് ഈസ് എനിമി എന്നാണ്. അപ്പോൾ എന്നെ ഒരാൾ മോശമായി സംസാരിച്ചാൽ അവരെൻ്റെ നന്മ ഓർത്തിട്ടാണ്. ഞാൻ ആ വഴിക്ക് പോകുമ്പോൾ എനിക്ക് ആ ചീത്തപ്പേരുണ്ടാകുന്നതിനെക്കുറിച്ച് ഓർത്ത് അവർക്ക് വിഷമമുണ്ട്. അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. അപ്പം ഞാൻ അവരെ സ്നേഹിക്കില്ല. അപ്പോൾ അത് അവരുടെ അറിവിനെ അത്രയും ശ്രദ്ധയും താല്പര്യവും ഉള്ളതുകൊണ്ടാണല്ലോ അല്ലേ. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് നമ്മളെ കൂടുതൽ സ്നേഹിക്കുമ്പോഴാണ് കൂടുതൽ വിമർശിക്കുന്നത് ആൾക്കാരെ. ഞാനിപ്പം മനസ്സിലാക്കുന്നത് എൻ്റെ ശത്രു ഞാൻ തന്നെയാണ്. അപ്പോൾ എൻ്റെ അറിവില്ലായ്മയാണ് എൻ്റെ ശത്രു. അപ്പം മാക്സിമം അറിയാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. തിയറി പഠിക്കാനല്ല, സ്കില്ല്. അതായത് ഇപ്പോൾ സയൻറ്റിഫിക്കായിട്ട് നമ്മളുടെ കയ്യിലുള്ള ഒത്തിരി, ഇപ്പോൾ യൂട്യൂബൊക്കെ ഉപയോഗിക്കരുത് എന്ന് എല്ലാവരും പറയും. യൂട്യൂബൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിച്ച് നമുക്ക് ഒത്തിരി അറിവുകൾ, വേറെ എങ്ങും പോകണ്ട അറിവുകളുണ്ട്. അപ്പം അത് എന്താണ് അടിച്ചു നോക്കേണ്ടത്, എന്താണ് നമ്മൾ അറിയേണ്ടത്, ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ ഏത് വഴിക്ക് സഞ്ചരിക്കണം എന്നുള്ള നേർവഴി കാണിച്ചു കൊടുക്കുക. അതെവിടെയും നല്ലതും ചീത്തയും ഉണ്ട്. അതിൽ നല്ലതിനെ മാത്രം സ്വീകരിക്കാനും കൂടെ കൊണ്ടുപോകാനും പ്രാപ്തരാക്കുക. നെഗറ്റീവ്സും നമ്മൾ അറിഞ്ഞിരിക്കുക. കാരണം നമ്മളെപ്പോഴും പറയുമ്പോൾ ചില സ്ട്രെസ്സും നമ്മുടെ ലൈഫിൽ നല്ലതാണ്. കാരണം നമ്മുടെ ശത്രുവാണ് നമ്മളെ വിജയിപ്പിക്കുന്നത്. മനസ്സിലായി? ചില ആൾക്കാർ നമുക്ക് ഇട്ട് തരുന്ന സ്ട്രെസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കാം നമ്മൾക്ക് അവിടെ വിജയിക്കണം. ആ സ്ട്രെസ്സ് അവർ തന്നില്ലെങ്കിൽ നമ്മളെപ്പോഴും കംഫർട്ടായിട്ട് അവർ തൊട്ടും തലോടിയും താലോലിച്ചും കൊണ്ടുപോകണം നമ്മൾ ഒരിക്കലും അത് ചിന്തിക്കില്ല. അപ്പോൾ ആ സ്ട്രെസ്സ് നമുക്ക് അവർ ഇട്ട് തരുമ്പോൾ നമ്മൾ അവർ കൂടുതൽ സ്നേഹിക്കണം. ആൾക്കാരുടെ ഇടയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ചിലർ പറയും അവർക്ക് അങ്ങനെയൊക്കെ പറയാം, അല്ലെങ്കിൽ അവർക്ക് വേറെ പണിയില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ നമ്മളെ അടുത്തറിയുന്ന ഒരു നന്മ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ പേഴ്സണാലിറ്റിക്ക് ഒരു വാല്യൂ കൽപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവരോട് കൂടുതൽ സംസാരിക്കാൻ നമുക്ക് ഇഷ്ടമാണ്, അല്ലേ? നമ്മളെ അംഗീകരിക്കുന്നതാണ്. അപ്പം അവരിപ്പം നമ്മളെ അറിയാതെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് പെട്ടെന്നൊരു ടെൻഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ആ ടെൻഷൻ തോന്നിയാൽ ഞാനത് ഒരു 20-25 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചറിയും. കാരണം അവരെന്നെക്കുറിച്ച് പറഞ്ഞാൽ അവരാണ് എൻ്റെ വിജയം. നമുക്ക് പലപ്പോഴും ഈ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനായിട്ട് നമ്മുടെ സമയം വിനിയോഗിക്കേണ്ടി വരാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ പണം നൽകുന്ന കാര്യം പറഞ്ഞു, അങ്ങനെ സഹായങ്ങൾ ചെയ്യേണ്ടി വരാറുണ്ട്. പിന്നെ ആ മേഖലയിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ വേറെ ആരുടെയും കയ്യിൽ നിന്ന് അധികം എമൗണ്ട് വാങ്ങിച്ചാർക്കും. അതായത് ഞാൻ പേഴ്സണലി ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യപ്പോഴും അത് ചെറുപ്പം മുതലേ അങ്ങനെയാണ്. എന്തൊക്കെയാണ് ആ വർക്കുകൾ? ഇതിന് ഒപ്പമുള്ള ഹോബികൾ എന്തൊക്കെയാണ്? ഹോബി എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും മറ്റുള്ളവർ സംസാരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതായത് എൻ്റെ വാക്കുകൾക്ക് വാല്യൂ കൊടുക്കുന്ന വ്യക്തികളോട് സംസാരിക്കുക, അവർ അങ്ങനെ നമ്മുടെ ആശയം. പിന്നെ എനിക്ക് എന്തെങ്കിലും സ്ട്രെസ്സ് വന്നാൽ എൻ്റെ എനർജി കിടക്കുന്ന ആൾക്കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും സ്ട്രെസ്സൊക്കെ വന്ന ആൾക്കൂട്ടത്തിലേക്ക്, അതായത് പേഴ്സണലി ഇപ്പം ഞാൻ താമസിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക് പേഴ്സണലി സംസാരിക്കാൻ പറ്റിയ നമ്മുടെ നൈബേഴ്സൊക്കെ ഉണ്ട് നല്ല. അപ്പോൾ അവിടെയൊക്കെ ഇടയിലേക്ക് ഇറങ്ങിപ്പോൾ ഞങ്ങൾ ഈ സൈക്കോളജി എല്ലാം പഠിക്കുമ്പോൾ അതിനകത്ത് എപ്പോഴും പറയുന്നുണ്ട് നിങ്ങളുടെ 4 കിലോമീറ്റർ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുക. എപ്പോഴും നിങ്ങൾ പുതിയ പുതിയ 4 ആൾക്കാരെ പരിചയപ്പെടുക. അപ്പോൾ അതൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കിഷ്ടമാണ് ആ മേഖലയൊക്കെ. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഞാൻ പല വർക്കുകളും ഞാൻ ചെയ്യാറുണ്ട്. LICയുടെ ലേബർ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫീൽഡ് വർക്കാണ് കൂടുതലും ഞാൻ ചെയ്യാറ്. കാരണം അപ്പം നമ്മുടെ ടൈമിന് ചെയ്താൽ മതിയല്ലോ. ഇപ്പം തന്നെയാണ് അവോദയുടെ കോഴ്സ് കൗൺസിലറായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ SBIയുടെ ഒരു സേവിങ്സ് അക്കൗണ്ട്
അതിൻ്റെ ഒരെണ്ണം ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം മോട്ടിവേഷൻ സ്പീച്ച്. മനുഷ്യാവകാശ സംരക്ഷണ സമിതിയിലെ അംഗമായിരുന്നു അല്ലേ? അതിനെപ്പറ്റി ഒന്ന് വിവരിക്കാമോ? മനുഷ്യാവകാശ സംരക്ഷണ സമിതിയിൽ അംഗമായതിൽ പിന്നെയാണ് ഞാൻ ഇങ്ങനത്തെ ഈ ഫാമിലി ഇഷ്യൂസൊക്കെ കൈകാര്യം ചെയ്യുക. അത് കഴിഞ്ഞാണ് കൗൺസിലിംഗ് ചെയ്തത്. മനുഷ്യാവകാശ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞാൽ എതിരെ നിൽക്കുന്ന വ്യക്തിക്ക് നീതി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ആക്കാൻ പറ്റാത്തൊരു പേഴ്സണലി നമ്മളെ സമീപിച്ച് അത് പറഞ്ഞ് സംസാരിച്ച് ഇടപെട്ട് തീർത്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഇത്. പിന്നെ കോമൺലി കുറേ സർവീസുകളുണ്ട് അവിടെ. അപ്പോൾ അതിലേക്കൊന്നും ഒത്തിരി നമ്മൾ ഇറങ്ങിയിട്ടില്ല. ഞാൻ പിന്നെ ഈ കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ അധികം ഇങ്ങനെ പേഴ്സണലി ഓരോരുത്തരെ ഫോക്കസ് ചെയ്താണ് ഇപ്പോൾ ചെയ്തത്. ഇടുക്കി ജില്ലയിലെ നെല്ലിമറ്റത്ത് ലൈഫ് മോട്ടിവേഷൻ കോച്ചിങ് സെൻറ്റർ നടത്തുന്നുണ്ട്. എന്തായിരുന്നു അത് തുടങ്ങാനുള്ള ഒരു തീരുമാനത്തിന്? അത് തുടങ്ങാനുള്ള തീരുമാനം മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ കോഴ്സുകളെല്ലാം ഇപ്പം ലീഡർഷിപ്പ്, സെൽഫ് ലവ്, പേരൻറ്റിങ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അത്യാവശ്യമായ ഒരു, കാരണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഒരു സ്ഥാനമാണ് ഒരു കുട്ടി. അതിനെ എങ്ങനെ ഏത് സ്ക്രിപ്റ്റിൽ വളർത്തണം എന്നറിയാതെ ആ കുട്ടി, നമ്മുടെ ഭാവി തന്നെ 3.5 ലക്ഷം സ്ക്രിപ്റ്റ് വരുവാണ് ഒരു 3 വയസ്സാകുന്ന കുട്ടിക്ക്. ഈ സ്ക്രിപ്റ്റ് അരുതേ എന്നുള്ള. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനുഷ്യർ അടുത്ത തലമുറയ്ക്ക് സമൂഹത്തിൽ ഒരു നന്മ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു ലക്ഷ്യത്തിലാണ്. തീർച്ചയായും ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഗുഡ് പേരൻറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മേഖലയിലൊക്കെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് ഇനിയും സാധിക്കട്ടെ. അംബേദ്കർ പുരസ്കാരം നേടാൻ സാധിച്ചതിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും നൽകുന്നു. അങ്കണത്തിലെത്തുന്ന ഓരോ വ്യക്തിയുടെയും ഓരോ കഥകളും ഓരോ ജീവിതങ്ങളാണ് വരച്ചു കാണിക്കുന്നത്. ഇങ്ങനെയും ചിലരുണ്ട് എന്നുള്ള, അല്ലെങ്കിൽ ഇങ്ങനെയും സമൂഹത്തിന് താങ്ങായും തണലായും മാറാം എന്നുള്ള ഓർമ്മപ്പെടുത്തലുകൾ കൂടി ആണ്. ഒരുപാട് സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ മേഖലയിൽ ഒരുപാട് പേർക്ക് നന്മ തെളിക്കാനും പ്രകാശമാകാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇരുപത്തിയഞ്ചാമത് ഡോക്ടർ BR അംബേദ്കർ സാംസ്കാരിക സമിതി പുരസ്കാരത്തിന് അർഹയായ ആൻസി ഷാജനുമായി നിഷാമോൾ P. മോഹനൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് അങ്കണത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്നത്തെ അങ്കണത്തിലെ പരിപാടികളെല്ലാം പ്രിയ ശ്രോതാക്കൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം 101.4 സ്പൈസ് FM, 685613 എന്ന മേൽവിലാസത്തിലും ആകാശവാണി ദേവികുളം സ്പൈസ് FM എന്ന ഫേസ്ബുക്ക് പേജിലും airdevikkulam@gmail.com എന്ന ഇമെയിൽ മുഖേനയോ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ അങ്കണം സമാപിക്കുന്നു. ഏവർക്കും ശുഭരാത്രി. അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി സമാപിക്കുന്നു.